ഹായ്, എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബിജു ദേവരാജാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ രുധിരം എന്ന സിനിമയെക്കുറിച്ചാണ്. ഇന്നലെ ആ സിനിമ കണ്ടു. ജോസഫ് കിരൺ ജോർജും ഇതേപോലെ തന്നെ ഈ ജിഷോ ലോൺ ആന്റണിയും ചേർന്നാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. ഈ സിനിമയിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അപർണ ബാലമുരളിയും നമ്മുടെ രാജ് ബി ഷെട്ടിയും ഒക്കെയാണ്. അപ്പോൾ രാജ് ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ക്യാരക്ടറാണ്, മാത്യു എന്ന് പറയുന്ന ഒരു ഡോക്ടറെ ക്യാരക്ടറാണ് രാജ് ബി ഷെട്ടി ചെയ്തിരിക്കുന്നത്. എന്താ പറയണ്ടേ, വളരെ കൈൻഡ് ഹേർട്ട് ആയിട്ടുള്ളൊരു ഡോക്ടർ എന്ന് വെച്ചാൽ എല്ലാവരെയും സഹായിക്കുന്നു, എല്ലാവരെയും ഏത് തരത്തിലും സഹായിക്കുന്ന ഒരു ഡോക്ടറായിട്ട്, ഗവൺമെൻറ് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു ഹിൽ ടോപ്പ് ഏരിയ, അതായത് ഒരു വയനാട്, ഊട്ടി പോലെയുള്ള ഒരു പ്രദേശത്താണ് ഇതിൻ്റെ ഈ കഥ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് മിക്കവാറും ഈ ഒരു സൈക്കോ ത്രില്ലിംഗ് സിനിമകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അത്തരം ഒരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊക്കെ രസകരമായിരുന്നു. നല്ല ക്യാമറയൊക്കെയാണ്, നല്ല രസമായിട്ട് ഈ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെയുള്ള ഒരു ഹെലിക്യാം ഷോട്ടൊക്കെ, അതിനകത്തൊക്കെ ആണെങ്കിൽ ഈ ടൈറ്റിൽ ഗ്രാഫിക്സ് ഒക്കെ പോകുന്നത്, അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു അത്തരം ഷോട്ടുകളും അത്തരം ആംബിയൻസും അത്തരം കഥ സിറ്റുവേഷനൊക്കെ ഭയങ്കര രസകരമായിരുന്നു. അതിൽ അപർണ ബാലമുരളി കിഡ്നാപ്പ് ചെയ്യപ്പെടുകയും അതിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അത്തരം സിറ്റുവേഷനിൽ അപർണ ബാലമുരളിയുടെ ആക്ടിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയിരിക്കുന്നതെന്ന് അറിയില്ല. ഭയങ്കര മോണോ ആക്ട് അവതരിപ്പിക്കുന്നത് പോലെ ഭയങ്കര ഗംഭീര ആക്ടിങ് എന്നൊക്കെ ധരിക്കുന്നതാണെന്ന് തോന്നുന്നു. പക്ഷെ അത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതിൻ്റെ ഒരു കാരണം, അതുപോലെ തന്നെ ഒരു സൈക്കോ ത്രില്ലർ പോലെ ഉള്ള രീതിയിൽ മുഖംമൂടിയൊക്കെ ഇട്ട് വരുന്ന വില്ലൻ. അപ്പൊ ആ ഒരു വില്ലൻ എന്തിനാണ് ഇങ്ങനെ മുഖംമൂടി ഇട്ട് വരുന്നതെന്നൊക്കെ പിന്നീട് നമുക്ക് സംശയം തോന്നും. കാരണം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഈ കഥ നമ്മൾ പിന്നീട് അറിയുമ്പോൾ ഈ മുഖംമൂടിയിട്ട് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ ഈ പ്രേക്ഷകരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്ത പോലത്തെ അതായത് ചില സാധനങ്ങളൊക്കെ നമ്മൾ ഏതൊക്കെയോ സിനിമകൾ കണ്ട സാധനങ്ങൾ ചേർത്ത് വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ചില സിറ്റുവേഷൻ മേക്ക് ചെയ്യുന്നു. അങ്ങനെ അതായത് സിനിമ ചെയ്തിരിക്കുന്ന ഒരു ആംബിയൻസ് ഇതൊക്കെ നന്നാണെങ്കിലും ഇതിന്റെ സ്റ്റോറി ബേസ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് എന്താണ് കഥ, എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാം. നമുക്കൊന്നും പിടിതരാതെ പോയി ഇരിക്കുന്ന സിനിമ. പക്ഷെ ആ ഒരു എൻഗേജ്മെന്റ് ഇല്ല താനും. കാരണം അത്തരത്തിലുള്ളൊരു സിനിമയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സസ്പെൻസും ക്യൂരിയോസിറ്റി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് കാണാനും അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാനൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകണം. അങ്ങനെ പോയതുമില്ല. നമുക്ക് ആ ഒരു നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നമ്മുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന രീതിയിലേക്ക് എത്തിയതുമില്ല. അപ്പം അങ്ങനെ പോയി ഇന്റർവ്യൂവിന് ശേഷമാണ് കഥ എന്താണെന്ന് ഏകദേശം നമുക്ക് ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അവിടെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് തോന്നും ഒരു ടിപ്പിക്കൽ ഒരു പഴയ കഥ. കാരണം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ഇത്തരം സൈക്കോ ത്രില്ലിംഗ് അല്ലെങ്കിൽ ഒരു റിവെഞ്ച് സ്റ്റോറിയിലൊക്കെ പണ്ട് മുതൽ നമ്മൾ കാണുന്ന അതേ പാറ്റേണിൽ അല്ലെങ്കിൽ അതേ മോട്ടീവ്, അതിൻ്റെ ഈ റിവെഞ്ചിനുള്ള കാരണങ്ങളൊക്കെ ഈ പറയുന്ന പോലെ സ്ഥിരം ക്ലീഷേ, ഒരൊറ്റ അത്തരം ഒരു മോട്ടീവ് തന്നെയാണ് ഇതിൻ്റെയും കാരണം. അത് തന്നെ സിനിമ പകുതിയും പോയി. പിന്നെ അവിടെ ആ ഒരു രീതിയിൽ അങ്ങനെ സിനിമയുടെ ഒരു ഇന്റലിജൻസി അല്ലെങ്കിൽ ഒരു ലോജിക്ക് നഷ്ടപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗന്ദര്യം നഷ്ടപ്പെട്ട പോലെ തോന്നി. ഇതിൻ്റെ ഒരു മേക്കിംഗ്, ടെക്നിക്കൽ മേക്കിംഗ് എന്ന് പറയുന്ന രീതിയിൽ സിനിമ ഓക്കെയാണ്, നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ലോജിക് സെൻസ് നോക്കിക്കഴിഞ്ഞാൽ ലോജിക്ക് ഇല്ല പടത്തിന്. ഈ പറഞ്ഞ പോലെ മുഖം മൂടി എന്തിന് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇതിന്റെ മോട്ടീവ് പഴയ കാരണങ്ങൾ തന്നെ, ബോഗൻവില്ലിലൊക്കെ ഉള്ള അതേപോലത്തെ മറ്റൊരു റീസൺ. ഇതിനൊന്നും ഒരു പുതുമയില്ലാത്തതുപോലെ അതിങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഭിനയിക്കുന്നത് രാജ് ബി ഷെട്ടി അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്താ പറയുക, അങ്ങനെ ഒരു നല്ല രീതിയിൽ ചെയ്തു പോയിട്ടുണ്ട്. അപർണ ബാലമുരളി പലപ്പോഴും ഭയങ്കര വെറുപ്പിക്കൽ അഭിനയം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ തോന്നിയത്. കാരണം വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ അലർച്ചയും കാര്യങ്ങളും, അതിൻ്റെ നമ്മളൊരു എന്താ പറയണ്ടേ, ഈ ഒരു അത്തരം ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന രീതിയിലാണോ ഇത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലും തോന്നിപ്പോകും നമുക്ക്. കാരണം ഇപ്പൊ ഞാനിപ്പോ എന്നെ ഒരു പ്രത്യേക റൂമിൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ, ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അത്യാവശ്യം നമുക്ക് കുറച്ചെങ്കിലും സെൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയും രക്ഷപ്പെടാൻ നോക്കുക എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ അങ്ങനെ നോക്കിയിട്ടില്ല. ഇത്തരം മണ്ടത്തരങ്ങൾ എന്തുകൊണ്ട് കാണിച്ചു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും പലപ്പോഴും. ചില സിനിമകളൊക്കെ നമുക്ക്
പല പല സിനിമകളും തമാശയ്ക്ക് വേണ്ടി മണ്ടന്മാരാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ അത്തരം സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം ഒരു 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 എന്താ പറയുക ലോജിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു ത്രില്ലർ, റിവെഞ്ച് ത്രില്ലർ, ക്രൈം ത്രില്ലർ സ്റ്റോറിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടുള്ള കഥാപാത്രങ്ങളും അത്യാവശ്യം ബുദ്ധിയുള്ള രീതിയിലൊക്കെ മേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പിന്നെ എന്ത് ലോജിക്ക് അല്ലെങ്കിൽ എന്ത് ക്രൈം എന്ത് പ്രസക്തി അതിനൊക്കെ ചോദിക്കാൻ തോന്നും. അപ്പം അത്തരം രീതിയിൽ പിന്നെ നമുക്ക് പലപ്പോഴും ഈ ചില സിറ്റുവേഷനിൽ തോന്നാം. അതുപോലെ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഓടുന്ന ഓട്ടത്തിനിടയിൽ പെട്ടെന്ന് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് പിന്നെ കാട്ടിന്റെ പ്രകൃതി ദൃശ്യങ്ങൾ അത് കണ്ട് ആസ്വദിക്കുന്നു. ഇത് ആ സാഹചര്യത്തിൽ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ ഒരു സീൻ എന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല. കാരണം ആ സീനിൽ അപർണ ബാലൻ ഇങ്ങനെ ആസ്വദിക്കുകയാണോ പ്രകൃതി കാണുന്നു, പുറകിൽ ഇങ്ങനെ വില്ലൻ പിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, ഈ കൊല്ലാൻ വേണ്ടി നടക്കുമ്പോൾ ആസ്വദിക്കുക ഇങ്ങനെ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇത്തരം ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു സെൻസ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ പഴയ കാര്യങ്ങൾ, ചില ഘട്ടങ്ങളിൽ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും. അതായത് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വാൻഡമിൻ്റെയും ഒക്കെ സിനിമയിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ ഉള്ളൊരു ഘട്ടത്തിൽ, അതായത് തോറ്റു കഴിഞ്ഞു ഇനി രക്ഷയില്ല എന്ന് തോന്നുന്ന സമയത്ത് അവസാനത്തൊരു ആ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മിക്കും. പണ്ട് എൻ്റെ ഗുരു പഠിപ്പിച്ച മറ്റേ ഫൈറ്റിങ്ങിൻ്റെ ടെക്നിക്സിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം ഓർമ്മിപ്പിക്കും എന്ന് പറയും പോലെ പണ്ട് അമ്മമ്മ പഠിപ്പിച്ച കളരിയുടെ ചില സാധനങ്ങൾ, മാങ്ങ ചവണ കൊണ്ട് എറിഞ്ഞിടുന്ന സീൻ, ഇതൊക്കെ കാണിച്ചിട്ട് അമ്പും വില്ലും ഉപയോഗിച്ചിട്ട് എങ്ങനെ അല്ലെങ്കിൽ അത്തരം ചെറിയ സാധനങ്ങളൊക്കെ മേക്ക് ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടാം. ഈ പറയുന്ന പോലെ ഏതോ ഒരു സിനിമയിൽ, ഒരു ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു ജയിലിൽ അകപ്പെട്ട ആള് പിന്നെ അവിടെ നമുക്ക് കിട്ടാവുന്ന ചെറിയ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ചെറിയ വസ്തുക്കളുടെ ഭാഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ രക്ഷപ്പെടാം, മാന്തിയിട്ടും അല്ലെങ്കിൽ പിന്നെ വലിയ പിന്നെ ചുമരൊക്കെ പൊളിച്ച് എങ്ങനെ പുറത്തേക്ക് കിടക്കാന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉള്ള സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും പോലെ അതിലുള്ള ആ ഒരു സീൻ പോലെ തോന്നി എനിക്ക്. കാരണം അതുപോലെ എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളത് നോക്കുന്നു, അതിനിടയിൽ ഈ പറഞ്ഞ പഴയ കാര്യം ആലോചിക്കുന്നു, ഇത്ര നേരം ഇല്ലാത്ത പിന്നെ ഒരു ശക്തി അന്നേരം ആ സമയത്ത് വരുന്നു എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ കുറേ സാധാരണ സിനിമയിൽ കണ്ട് മടുത്ത കുറേ സാധനങ്ങൾ. അപ്പം അങ്ങനെയാണ് അതിനെക്കുറിച്ചൊക്കെ തോന്നിയത്. ഇപ്പം എന്തായാലും നിങ്ങൾക്ക് മറിച്ച അഭിപ്രായം ഉണ്ടാവാം, കാരണം ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ സിനിമ കാണുക, കണ്ടിട്ട് മറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും കണ്ടിരിക്കാം, കണ്ടിങ്ങനെ പോവാം സിനിമ. കാരണം അത്യാവശ്യം ക്യാമറയും ഈ ടെക്നിക്കൽ രീതിയിലൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇത് എങ്ങനെ കണക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇതിൻ്റെ കാരണങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ അങ്ങനെ കുറേ ലോജിക്കലിലെ കുറേ പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ കണ്ടിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. മറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.